ഞാൻ ബിന്ദു, എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറമ്പിലെ കൃഷിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ പറമ്പിലേക്ക് പോവാം. ഈ ചെടിയുണ്ടോ, ഇതെന്നാ, ഇത് ഗ്ലാഡിയോലസ്, നല്ല ചുവപ്പ് നിറത്തിലുള്ള ഗ്ലാഡിയോലസ്. താഴത്തെ പൂക്കളൊക്കെ ഇത് വാടി തുടങ്ങിയുണ്ടോ. നമുക്കിത് ഈ ബൊഗൈൻവില്ലകളെല്ലാം വെട്ടാനുള്ളതാണ്. ബൊഗൈൻവില്ല ഒന്നും രണ്ടും ഒക്കെ അവിടെ ഇവിടെയൊക്കെ പൂ വന്ന് തുടങ്ങി ഉണ്ടോ. അത് വെട്ടി വൃത്തിയാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇത് കണ്ടോ, വെട്ടാതെ തന്നെ പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് റോസ പൂക്കുന്ന ഒരു സമയമാണേ. നമുക്ക് 5-6 വെറൈറ്റി ആയിട്ടുള്ള റോസകളൊക്കെ ഇവിടെ ഉണ്ട്, പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പൂക്കൾ ഇതുപോലെ വന്ന് പഴുത്ത് കഴിഞ്ഞാൽ വെട്ടിക്കളയണം, എന്നാലേ ഉള്ളൂ അടുത്തത് പെട്ടെന്ന് തന്നെ വരത്തുള്ളൂ. അപ്പം വെട്ടുമ്പോൾ നമ്മൾ കണ്ടോ, ഒരു 2 ഇല താത്തിട്ട് വെട്ടണം. ഇതൊക്കെ നമുക്ക് വെട്ടിക്കൊടുക്കാറൊക്കെ ആയതാണ്. ഇത് നമുക്ക് ഇവിടോട്ടൊന്ന് നട്ടു വെച്ചിട്ട് പോകാം. ഇവിടെ ഒരു റോസ ഉണ്ടായിരുന്നതാണേ. അപ്പം അത് പോയപ്പം ആ ചട്ടിക്കകത്തോട്ട് ഞാൻ ഇതുപോലെ ഒരു എണ്ണ അങ്ങോട്ട് നടുക. അപ്പോൾ കുറച്ച് മണ്ണ് നമുക്ക് ഇതിനകത്ത് നിന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് വേണം നമുക്കിതിനകത്തേക്ക് വെച്ച് പിടിപ്പിക്കാൻ. ഈ റോസകൾ നമ്മൾ വാങ്ങിച്ച് നടുമ്പോൾ അതിൻ്റെ ചുവട്ടിലെ മണ്ണ് കളഞ്ഞിട്ട് നട്ടില്ലെങ്കിൽ നമ്മുടെ മണ്ണുമായിട്ട് അവർ ചേരത്തില്ല. ആ നിൽക്കുന്ന മണ്ണിൽ നിന്ന് പുറത്ത് വേരിറങ്ങാൻ പറ്റാതെ വന്നിട്ട് അവരവിടെ നിന്നങ്ങ് ഉണങ്ങിപ്പോവും. ഇവിടെ പൊട്ടിക്കാം. ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഈ മണ്ണ്, ഇതിനകത്തെ കട്ടി പിടിച്ച മണ്ണുണ്ട്, ആ കട്ടി പിടിച്ച മണ്ണങ്ങ് നമ്മൾ അടത്തിക്കളയണം. കണ്ടോ, ഇതുപോലെ അങ്ങോട്ട് കളഞ്ഞിട്ട് ആ വേര് വരുന്ന ഭാഗം നമ്മളൊന്ന് ഉടച്ച് വെച്ചാൽ മതി. അവർ പിന്നെ അതിനകത്തുനിന്ന് വേര് നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങിക്കോളും. കണ്ടോ, ഇതുപോലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ മണ്ണിട്ടിട്ട് മൂടിക്കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അവരിവിടെ നിന്ന് ചൂട് പിടിക്കുക. കൊണ്ടുവന്ന പാടെ വെച്ച് കഴിഞ്ഞാൽ ചൂട് പിടിക്കത്തില്ല. നമ്മുടെ അടീനിയെല്ലാം മഴ കാരണം ആ ഇലയൊക്കെ കൊഴിഞ്ഞ ആ പരുവത്തിലാണ്. എനിക്കിത് ഇവിടേക്ക് എടുത്ത് മാറ്റി വയ്ക്കാൻ പ്രത്യേക ഒരു സ്ഥലം കൊടുക്കാനില്ല ഇവർക്ക്, അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റുന്നത്. ഇതിൻ്റെയൊക്കെയാണ് നമുക്ക് വേര് പൊട്ടി. കണ്ടോ, അടുത്ത ദിവസം നമുക്കിതിനെ ഒന്ന് മാറ്റി നടണം. അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണേ. ഇതൊരു പഴയ ഗേറ്റായിരുന്നു, മാറ്റി നമ്മൾ വേറെ ഗേറ്റ് വെച്ച അവസരത്തിൽ അതിനെ ഇനി കളഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കൊണ്ട് ആക്രിക്കടയിൽ കൊടുത്താൽ ഒന്നും കിട്ടത്തില്ല, അല്ലേ വല്ല 10-100 രൂപ കിട്ടും. അപ്പം ഞാൻ അത് ഓർത്തു അതിനെ തിരിച്ചു വെച്ചിട്ട് അതിലിങ്ങനെ ചെറിയ ചെറിയ ചട്ടികൾ വെച്ചിരിക്കുവാണേ. എന്നിട്ട് കുറേ ചുവട് ഞാനിപ്പോൾ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ നീണ്ടു വരുന്ന തണ്ടുകളെ മുറിച്ചെടുത്ത് മണ്ണുള്ള ചട്ടിയിലോട്ട് കുത്തിവെക്കും. ഇതേപ്പോൾ ഇവിടെ മണ്ണുണ്ട്. അപ്പം നമുക്കിവിടെ എല്ലാം തന്നെ ഇതുപോലത്തെയൊക്കെ ഇലകൾ നിന്നിരുന്നൊരു ഭാഗമാണ് ഇതേ. അപ്പം ഞാൻ ഓർത്തു ഇതാണെങ്കിൽ നമുക്കൊരു തോരൻ വെക്കാനും കിട്ടുമല്ലോ. ഏതായാലും ഈ മണ്ണിവിടെ വെറുതെ നിൽക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഞാൻ വെറുതെ മണ്ണിടത്തുള്ളൂ, പ്രത്യേക തരത്തിലുള്ള നടിയിലൊന്നും ഞാൻ ഇതിന് ചെയ്യുന്നില്ല. പക്ഷേ ഇവർ നന്നായിട്ട് തന്നെ ഇവിടെ കിളുത്ത് വരുന്നുണ്ട്. വെറുതെ ഒടിച്ചങ്ങോട്ട് മണ്ണിലോട്ട് കുത്തി വെച്ചാലും മതി, കിളുത്തോളും. ഇനി നമുക്കതേ പറമ്പിലോട്ട് കയറാം. ഭയങ്കര മഴയായിരുന്നു രാത്രിയിലും ഇന്നലെയൊക്കെ. അപ്പം നമുക്കിതുപോലെ പറമ്പിൽ കയറി ആ നട്ട് വെച്ച സാധനങ്ങളൊക്കെ വല്ലതും ഉണ്ടോ എന്ന് തന്നെ നമുക്ക് നോക്കാം. ഈ തക്കാളി കണ്ടോ, കായ്ച്ചു തുടങ്ങിയുണ്ടോ. ഇതിവിടെ നമ്മളന്ന് ആദ്യമായിട്ട് നട്ടതാണ് പറമ്പിലോട്ടിറങ്ങിയുള്ള കൃഷിയിൽ. നമുക്ക് അങ്ങോട്ട് പോകാം. പ്ലാന്തയ്യ കയറി ചോട്ടല്ലേ. നമ്മുടെ കപ്പളങ്ങയൊക്കെ പഴുത്ത് കിടക്കുക, നമുക്ക് പറിക്കണം. തിരിച്ചു വരുമ്പം നമുക്ക് പറിച്ചെടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൂടിട്ട് വെച്ചത് കൂടോടെ മരപ്പെട്ടി കൊണ്ടുപോയി. ഞാൻ തൂമ്പായും കൂടെ എടുത്തോണ്ട് കേട്ടെ. അപ്പം നമ്മൾ പറമ്പിലോട്ട് പോവുകയാണേ. പറമ്പിൽ നമ്മൾ ഏതാണ്ടൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി വളമൊക്കെ ഒന്ന് ഇടണം. വെള്ളമൊക്കെ ഉണ്ട്, പുല്ല് കയറി മൂടുക ഓരോ ദിവസം. ഇപ്പം പറമ്പിലോട്ട് നമുക്ക് ആ പെരുമഴ കാരണം ശരിക്കും പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റിയില്ല. ഞാൻ ശകലം വളവും കൂടെ എടുത്തുകൊണ്ട് വരട്ടെ. നമുക്കിതേ ഇച്ചിരി കുമ്മായം കൂടെ കൊണ്ടുപോകാം. നമ്മുടെ മുളകും ഒക്കെ ഇവിടെ വളരുന്നുണ്ടേ. തക്കാളി ഈ ഭാഗത്തോട്ട് നിന്നതല്ല, ആ കാറ്റും മഴയും വന്നപ്പം മൊത്തം ഒടിഞ്ഞു പോയി. അപ്പം നമുക്കിതേ ഇതിനിച്ചിരി വളവും ഇടാം, അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി കുമ്മായം ഇട്ട് കൊടുത്തേക്കാം. നമ്മുടെ ഈ മുളക് കണ്ടോ, ഇവിടെ വന്ന് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ ഓരോ ഇനം കാന്താരികളാണേ. അപ്പം ഞാൻ അതിനൊരു കുറച്ച് വളം, ഇതുണ്ടോ, ഇതുപോലെ വളം മതി. വളം ഒത്തിരി ഇടേണ്ട കാര്യമില്ല. ഇതുപോലെ ശകലം വളം തൂളി കൊടുത്തിട്ട്
അതിന് ചുറ്റിനും ഇച്ചിരി കുമ്മായം ഇടണം. അപ്പോൾ ഇച്ചിരി കുമ്മായം കൂടെ ഇട്ടിട്ട്, ഈ പറമ്പിലായതുകൊണ്ടുണ്ടല്ലോ കുമ്മായം അത്യാവശ്യമാണ്. കാരണം ഒത്തിരി കാലം ഇത് കൃഷിയൊന്നും ചെയ്യാതെ കിടന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇച്ചിരി കുമ്മായം കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മണ്ണൊന്ന് ഇതിൻ്റെ മുകളിലോട്ട്, ആ വളമൊക്കെ ഇട്ടതിൻ്റെ മുകളിലോട്ടൊന്ന് അടുപ്പിച്ച് കൊടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ നല്ല ഇളക്കമുള്ള മണ്ണാണ് പറമ്പിലേതാണെങ്കിലും. ഇപ്പോഴും അതേസമയം വെയിൽ വന്നു കഴിഞ്ഞാൽ കട്ട പിടിക്കും. കണ്ടോ, ഇത്രയൊന്ന് ഞാൻ കൂട്ടി കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ പുല്ലിൻ്റെ ശല്യം കണ്ടോ. അപ്പം ഞാൻ ചെയ്യുന്നത് പുല്ലെല്ലാം ഇങ്ങനെ പറിച്ചിട്ട്, എല്ലാം വേണമെന്നൊന്നുമില്ല, നമ്മുടെ ചെടിയുടെ ചോട്ടിലേക്ക് ഇതുപോലൊക്കെ കൂടിക്കിടക്കുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ കാട് പോലെ വളരും. അങ്ങനെ വരാതിരിക്കാൻ ഇതുപോലെ പാത്രത്തിനകത്തോട്ട് പറിച്ച് കൂട്ടിയിടുവാണേ. അപ്പോൾ നമുക്കിതേ ഇതും കൂടെ ഇതുപോലുള്ള കാടുകളെല്ലാം പറിക്കണം. അല്ലെങ്കിൽ ഈ കാട് നിന്നാൽ അതിൻ്റെ പൂമ്പൊടിയെല്ലാം വീണ് പെട്ടെന്ന് ചെടിയുടെ ചോട്ടിലേക്ക് കാട് ചെന്ന് കയറി പൊതിയും. ഇതുപോലെ നമ്മുടെ പച്ചമുളക് കണ്ടോ, നല്ല നീണ്ട മുളകൊക്കെ ഉണ്ടായി തുടങ്ങി കണ്ടോ. ഇത് നീണ്ട മുളകാണ്. പിന്നെ ഇത് ഇവിടെ നിൽക്കുന്നത് ഇത് ആ നീണ്ട സൈസാണ്. പക്ഷേ ഇത് കണ്ടോ, ഇത് ബുള്ളറ്റ് മുളകാണ് കണ്ടോ. ഈ സൈസൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് വെളുത്ത ഒനിനം കാന്താരിയുടെ സൈസാണ്, പക്ഷേ പച്ചമുളകാണ്. അപ്പോൾ അതിൻ്റെ ചോട്ടിലോട്ട് ഞാനൊരു ഇച്ചിരി കുമ്മായം ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ചോട്ടിൽ നിന്ന് ഇതുപോലെ മാറ്റി കണ്ടോ. അപ്പം നിപ്പി മഴ വന്നു കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ ഇനി എടുക്കാൻ പറ്റുകയില്ല. ഈ മുളകിന് കുമ്മായം ഇട്ട് കൊടുത്തത് ആദ്യമേ, അപ്പോഴത്തേക്കിന് തന്നെ നല്ലൊരു മഴ വന്ന് തോർന്നു. ആ മഴച്ചാറ്റിൽ നിന്നപ്പോഴാണ് ഞാൻ പിന്നെ അടുത്തത് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് തന്നെ ഞാൻ ഒരിച്ചിരി കുറച്ച് വളം ഇട്ട് കൊടുക്കുക. കണ്ടോ, ഈ കുഞ്ഞു ചിരട്ടയ്ക്കകത്ത് ഒരു ചിരട്ട വളമാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് വെട്ടി മൂടണം. അപ്പം വെട്ടി മൂടുന്നതിന് പകരം ഞാനിപ്പോൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ, കുറച്ച് മണ്ണ് ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ മണ്ണും കൂനെന്നാണ് മണ്ണെടുക്കുന്നത്. ഈ മണ്ണും കൂന എന്നാണെന്നറിയോ, നമ്മൾ ഈ പറമ്പിലെ പുല്ലെല്ലാം പറിച്ച് ഇവിടെ കൂട്ടിയിട്ടിരുന്നതാണ്. ആ പുല്ല് ദ്രവിച്ചുണ്ടായി വന്ന മണ്ണാണ് ഇത് കേട്ടോ. അപ്പം ഞാൻ നല്ല ഇളക്കം കണ്ടോ, ഇതിന് നല്ല ഇളക്കമുള്ള മണ്ണാണ്. മണ്ണെന്ന് പറഞ്ഞാൽ അത് പുല്ലിനകത്തുനിന്ന് ഉണ്ടായി വന്ന മണ്ണാണ് ശരിക്കും. അപ്പം നമുക്ക് ഈ മണ്ണ് കൊണ്ടുപോയി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കമ്പും കാലും ഒന്നും നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകണ്ട. അപ്പോൾ ഇതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് വരാം. ഇതിൻ്റെ നടുക്കോട്ട് ഈ മണ്ണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. അപ്പം നമ്മൾ മണ്ണ് അവിടെ നിന്ന് എടുത്തുകൊണ്ടിരുന്ന കാണിച്ചല്ലോ, ചെടിയുടെ കമ്പയിലോട്ടൊന്നും വീഴാത്ത പാകത്തിന് ഇട്ട് കൊടുക്കും. കണ്ടോ, നല്ല സൗകര്യമുണ്ട്. ഈ ചട്ടി കണ്ടോ, ഈ ചട്ടി എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നമുക്കിതുപോലെ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണേ. പഴയ സിമെൻറ്റ് ചട്ടിയുടെയൊക്കെ ഒരു വലിപ്പവും ഷേപ്പും ഒക്കെയാണേ. 150 രൂപയാണ് ഇതിൻ്റെ വില. കണ്ടോ, നല്ലതാണ്. ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ കിളുത്ത് കിട്ടിയതാണേ. അപ്പോൾ ഇത് ശരിയാകുമോയെന്നൊന്നും അറിയത്തില്ല. ഈ രാജസ്ഥാനൊക്കെ പോലത്തെ പൊടിമണ്ണിനകത്താണ് ഇത് കൂടുതലും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏതായാലും കിളുത്ത് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം. നന്നാകുവാണെങ്കിൽ നന്നാകട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അപ്പം ഇതുപോലെ ഒരു പിടി വളം ഇതിനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സാധാരണ പച്ചക്കറികൾക്കൊക്കെ ഇടാൻ വേണ്ടി മേടിക്കുന്ന ജൈവവളമാണേ. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി മണ്ണിട്ട് കൊടുക്കുക. കണ്ടോ, അപ്പോൾ കുറച്ചുകൂടെ മണ്ണെടുത്തുകൊണ്ട് വന്നിട്ട് ഇട്ട് കൊടുക്കണം. അവരുടെ വേരെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. ഈ മുകളിലോട്ട് ഇത്രയും മണ്ണ് ഞാൻ ഇട്ട് കൊടുക്കുവാണേ. ഈ ഉരുളക്കിഴങ്ങിന് ഇങ്ങനെ വളരുമ്പോൾ നമ്മൾ മണ്ണിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ താഴോട്ട് കിഴങ്ങുകൾ ഉണ്ടാകുള്ളൂ. ഉണ്ടായി കിട്ടുമോയെന്ന് അറിയത്തില്ല, എന്തായാലും നിൽക്കട്ടെ. ഇത്രയും വളർന്ന് കിട്ടിയല്ലോ. നമ്മൾ ഈ പച്ചക്കറിയുടെ കൃഷി തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ഓണമല്ലേ വരാൻ പോകുന്നത്, അതിന് നമുക്ക് പൂക്കളും കൂടെ കിട്ടിയാലോ എന്ന് ഓർത്തുകൊണ്ട് ഞാനൊരു 4 ചൂട് ബന്ദി ഇവിടെ കൊണ്ടുവച്ചതാണേ. എല്ലാവരും പറയും ബന്ദി പച്ചക്കറി കൃഷി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെക്കുവാണെങ്കിൽ കീടങ്ങളുടെ ശല്യം ഉണ്ടാകത്തില്ലെന്ന് പറയും. ഈ ബന്ദി കണ്ടോ, ഇതിൻ്റെ ഇല തിന്ന് തീർത്ത് വരുവാ. ഇത് കണ്ടോ, ഒരൊറ്റ ഇല പോലും ഇതിനൊന്നും മിച്ചമില്ല. കീടങ്ങൾക്കിപ്പം ബന്ദിയൊന്നും പേടിയൊന്നുമില്ല. അപ്പോൾ ഇച്ചിരി വളം ഞാൻ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇടുക. എന്നിട്ട് നമുക്കിതൊന്ന് വെട്ടി മൂടി കൊടുക്കാം. എന്നിട്ട് എന്തെങ്കിലും ഇച്ചിരി ജൈവ കീടനാശിനി ഒഴിക്കണം, അല്ലെ നടക്കത്തില്ല.
ഇത്രയൊക്കെ മതി. ഇന്ന് നമുക്ക് കുഴിച്ചു വെക്കാനായിട്ട് കുറച്ച് കാരറ്റിൻ്റെ കുഞ്ഞുങ്ങളുണ്ടേ. അപ്പോൾ ഈ മഴക്കാലത്ത് വെച്ചാൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു 1-2 ചൂടുണ്ട്, വളരുന്നുണ്ട്, പക്ഷേ ചുവട്ടിലുണ്ടാകുമോ എന്ന് അറിയത്തില്ല. അപ്പം ഇതിനകത്ത് ഞാൻ കാരറ്റിൻ്റെ വിത്തൊക്കെ പാകിയതാണ്, ഒന്നും കിളുത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഇളക്കമുള്ള മണ്ണാണ് ഇതിന് നല്ലത്. ഇളക്കമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഈ മണ്ണ് ഇതുപോലെ ഒന്ന് കൊത്തി ഇളക്കിയിട്ട്, ഇത് നമ്മുടെ പുല്ല് മണ്ണായ ആ മണ്ണാണ് കേട്ടോ. ഇത്രയും മതി. ഇതിനെ ഇങ്ങനെ ഒന്ന് നിരത്തിയിട്ട് ഈ ക്യാരറ്റിൻ്റെ തൈ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. എത്ര എണ്ണം ഉണ്ട്? 2, 4, 6, 8, 10 എണ്ണമാണേ. അപ്പം നമുക്കിത് ഓരോ ഇതിനകത്ത് എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പൊങ്ങിപ്പോരുമ്പം വേര് പൊട്ടത്തില്ല കണ്ടോ. ഇങ്ങനെ അങ്ങോട്ട് നടാം. ഒരെണ്ണം ഇവിടെ നടാം. മിച്ചമുണ്ടെങ്കിൽ നമുക്ക് ടെറസേ നടാം. അപ്പം ഇതുപോലെ ഓരോ കുഴി എടുത്തിട്ട് ഞാൻ നടുവാണേ. നട്ട് തീർത്തിട്ട് കാണിക്കാം. ചിലതിനകത്ത് 2-3 ഒക്കെ തൈയുണ്ട്, ചിലതിനകത്ത് കറക്റ്റ് ഒന്നേ ഉള്ളൂ താനും, അത് വേരുറച്ചതുമല്ല. കണ്ടോ, നമുക്കിതിനകത്തേക്ക് നട്ടു കൊടുക്കാം. നല്ല ഇളക്കമുള്ള മണ്ണിലാണ് ഈ കാരറ്റൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെല്ലാം തന്നെ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടേ. ചൂട് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് വളം ചെയ്യാം. അപ്പോൾ നമ്മൾ കാരറ്റിൻ്റെ തൈ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് 2 മത്തയുടെ തൈയാണേ. മത്തയുടെ തൈ നമ്മളെവിടെയാണ് വെക്കുന്നത്? എവിടെയെങ്കിലും ചുവട് വെച്ചാൽ മതി, ഒരു വെയിലത്തോട്ട് വളർന്നു പോകും. ഇവിടെ എല്ലാം നോക്കിക്കേ, ചൊറിയണ്ണോ കണ്ടോ. ഇതിനെ നമ്മളിങ്ങനെ ഇല നമ്മുടെ കയ്യെ മുട്ടാതെ പിടിച്ച് പറിച്ച് ദൂരെ കളയണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചൊറിയലായിരിക്കും. ഇച്ചിരി കുമ്മായ ഇടുവാണേ. ഇനി കുമ്മായ ഇട്ടിട്ട് ഞാൻ ഇതിനകത്തൊരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിക്കകത്തോട്ട് ഇച്ചിരി വളം ഇടുക. കണ്ടോ, ഇനി നമ്മൾ ആ കുഴി അങ്ങ് മൂടും. എന്നിട്ട് ആ കുഴിയുടെ മുകളിലാണ് നമ്മൾ ഈ ചെടിയെ നടാൻ പോകുന്നത്. ഈ ഗ്ലാസ്സോടെ അങ്ങ് നട്ടാലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇത്രയും മതി. ഇപ്പം മഴ ആയതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ഓടി മഴയുണ്ട്. ഇത് നമ്മൾ അന്ന് വെച്ച് പോയ കുറച്ച് വെണ്ടയാണേ. അപ്പം ഞാൻ അതിൻ്റെ ചുവട്ടിലോട്ട് ഇച്ചിരി വളം ഇടുക. എന്നിട്ട് നമുക്കൊന്ന് മണ്ണ് കൊത്തി ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് മഴയും കൂടെ കിട്ടുമ്പം അതിന് നല്ലൊരു വളർച്ച കിട്ടിക്കോളും. ഇതേപോലെ ഇച്ചിരി വളം ഇട്ടിട്ട് മണ്ണൊന്ന് കൂട്ടി കൊടുത്താൽ മതി. അവർ നല്ല ബലത്തിൽ അവിടെ നിന്നോളും. മണ്ണൊന്ന് ഇളക്കിയാൽ തന്നെ അവർ വളർച്ച കിട്ടും അവർക്ക്. ഇത് നമ്മളൊരു കപ്പളം ഇങ്ങനെ പൊക്കം വരാതെ ചെരിച്ച് നട്ടതാണേ. അപ്പോൾ കുറേ അധികം നമ്മൾ താഴേക്ക് വിട്ടിട്ട് പൊങ്ങി വന്നതിനെ ഞാൻ ഇതുപോലെ ചെരിച്ചിട്ടൊരു കല്ലെടുത്ത് വെച്ചിരിക്കുമായിരുന്നു ഇവിടെ കേട്ടോ. അപ്പോൾ ഞാനിന്ന് അത്രയും ഭാഗം മണ്ണിട്ട് മൂടി കൊടുക്കാൻ പോവാണേ. അപ്പോൾ മണ്ണിട്ട് കഴിയുമ്പം മണ്ണേലോട്ട് അവരുടെ വേര് വരും. കണ്ടോ, വേര് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഈ വളഞ്ഞ് തന്നെ നിൽക്കത്തുള്ളൂ. ഇത് നമ്മുടെ സാലഡ് കുക്കുമ്പർ കണ്ടോ, 2 വിത്ത് ഞാൻ ഈ പാത്രത്തിനകത്തിട്ട്, ഇത് നമ്മുടെ മാവ് നിൽക്കുന്ന ചട്ടിയാണേ. അപ്പോൾ ആ പാത്രത്തിനകത്ത് 2 നിൽക്കട്ടെ എന്നോർത്ത് നിന്ന് നല്ലതായിട്ട് വളർന്ന് ഇറങ്ങിയിട്ടുണ്ട്. സാലഡ് കുക്കുമ്പർ നിലത്തൂടെ കിടന്നാലും ഉണ്ടാകും. പന്തലേലാണെങ്കിലാണ് കേട് കുറവായിട്ട്, മണ്ണും ചെളിയൊന്നും പിടിക്കത്തില്ലല്ലോ, നല്ല വൃത്തിയായിട്ട് കിട്ടും. നിലത്തൂടെ ഉണ്ടാകും. ഇത് ഉണ്ടാകില്ലയോ നമുക്കൊന്ന് നോക്കാം. കൃഷി തുടങ്ങിയപ്പോൾ ഈ മരത്തിൻ്റെ ചോട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് പാവലിൻ്റെ വിത്ത് ഇട്ടിരുന്നതാണേ. ഇത് അവന്മാർ വളർന്ന് ആദ്യത്തിൽ ഇതിനകത്ത് ഇല മുഴുവനും ആ മത്തം വണ്ട് വന്ന് തുരന്ന് അരിപ്പ പോലെയാക്കി. പക്ഷേ മുകളിലോട്ട് പോയപ്പം മത്തം വണ്ട് എന്നാലും ഈ ഇലയുടെ അടി പിടിച്ചിരിപ്പുണ്ട് കണ്ടോ. നമ്മുടെ ചേനയൊക്കെ ഇതേ വളർന്ന് ഇത്രയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിന് വളമൊക്കെ ഇട്ട് മണ്ണിട്ട് കൂട്ടിയിരിക്കുവാണേ. നമുക്ക് ഓണത്തിന് ചേന പറിക്കണ്ടേ, ചേനയിരിച്ചേരി വെക്കണ്ടേ, അതിനുള്ള ചേനയാണ് ഇത്. പക്ഷേ ഇത് നട്ടത് നമ്മൾ താമസിച്ചാണേ, അതുകൊണ്ട് കർക്കിടക മാസത്തിൽ പറിക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ചിങ്ങമാസത്തിൽ ഒരെണ്ണം ചെറുതാണെങ്കിലും പറിച്ചെടുക്കണം. ഇത് നമ്മുടെ ഒരു റെഡ് ലേഡി പപ്പായാണേ. പക്ഷേ അങ്ങ് പൊക്കം വെച്ച് പോയി, പഴയ ഒരു ചൂടാണ്. പിന്നെ ഇടയ്ക്ക് അതിൽ കായ് പിടുത്തം ഇല്ലാതൊക്കെ നിന്നായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഉണ്ടായി തുടങ്ങുക. അപ്പം നമുക്കൊരു തോരൻ വെക്കാനുള്ളത് പറിച്ചെടുക്കാം. ഒരു ചെറിയ ഒരെണ്ണം പറിച്ചാൽ നമുക്കിന്നൊരു
തോരൻ വെക്കാവേ. ഇത് കുറേ വർഷം പഴക്കമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഈ നെറ്റിനെല്ലാം അപ്പടി കിഴുത്ത പിടിച്ചു, നെറ്റൊക്കെ ദ്രവിച്ചു പോയി. ഇനിയിപ്പോൾ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി നന്നാക്കാൻ പറ്റുമോ നോക്കണം. കണ്ടോ, ഇതേ പറിച്ചു. പുതിയ റെഡ് ലേഡി തയ്യൽ പഴുത്തു തുടങ്ങിയിട്ടുണ്ടേ. ഇതാ വേനൽക്കാലത്തുണ്ടായതാണ്. കണ്ടോ അതിൻ്റെ വലിപ്പം കണ്ടോ, മഴ പെയ്തപ്പം നല്ല വലിപ്പത്തിലുള്ളതായി ഇത് ഉണ്ടായി തുടങ്ങി. അപ്പോൾ അതിൻ്റെ മണ്ടയിൽ ഇപ്പോൾ ദ്രവിച്ച പോലെ ഒരു പ്രത്യേക കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെ കുറച്ച് കുമ്മായി ഇട്ട് കൊടുക്കാം. മഴയൊക്കെ കാരണം ഈ ചതുപ്പും എല്ലാം പിടിച്ചിരിക്കുമല്ലേ, എപ്പോഴും കെടുവളം കൂടും ഈ മഴ വരുമ്പോൾ. അപ്പോൾ ഇച്ചിരി അവിടെ 2 കാന്താരി നിൽപ്പുണ്ട്, അപ്പോൾ ഇങ്ങനെ കിടക്കട്ടെ. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് വളവും തൂക്കി കൊടുത്തേക്കാം. ഒരു 2 ചൂട്, ഒരു 2 ചിരട്ട വളവും കൂടി ഇതിൻ്റെ ചൂട്ടിലായിട്ട് ഇട്ട് കൊടുത്തേ. അപ്പോൾ ഇച്ചിരി നീട്ടിയിടുവാണേ ആ മുളക് ചെടിക്ക് കൂടെ കിട്ടിക്കോളും. ഇനി ഞാൻ ഇതിനായിട്ട് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, ഇങ്ങനെ കിടക്കുക. നമ്മളായാലും വിളവെടുക്കാൻ പോരുമ്പം അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തില്ലെന്ന് വേണ്ടല്ലോ. അപ്പം ഈ കപ്പളത്തണ്ട് ഇത് പഴുത്ത് കിടക്കുന്നതാണ്. അപ്പം ഞാൻ പറിച്ച് ഇതിൻ്റെ ചുവട്ടിലോട്ടിടുമായിരുന്നു. നമുക്കിത് ഇത് പറിച്ചെടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേ കിടന്ന് പഴുത്ത് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ട് മരപ്പട്ടി തന്നില്ല. അപ്പോൾ ഇതും കളറ് മാറിയിട്ടുണ്ട്, ഇച്ചിരൂടെ മാറിയിട്ട് നമുക്ക് വിളവെടുക്കാം. നല്ല പഴുത്തതായിരിക്കും ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്.